ആ പള്ളിയിൽ അദ്ദേഹം ഖുത്ബ നിർവഹിക്കുമ്പോൾ വാളെടുക്കുന്നില്ല. ആ ജുമാ നിർവഹിച്ചതിനു ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നില്ല. ആ പള്ളിയിലാകട്ടെ സ്ത്രീകളുമുണ്ട് താനും. അങ്ങനെയുള്ള ഒരു ജുമാ നിർവഹിച്ചതിനു ശേഷം അദ്ദേഹം നാട്ടിലേക്ക് ലാൻഡ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തോട് ഇത് വിവാദമായപ്പോൾ ചോദിച്ചു, അല്ല, എന്താണ് കേൾക്കുന്നത് ശരിയാണോ? നിങ്ങൾ പറയുന്നത് ശരിയാണോ? നിങ്ങൾ ജുമാ നടത്തി എന്നുള്ളത് ശരിയാണോ? നിങ്ങളങ്ങനെ പള്ളിയിൽ പോയി എന്നുള്ളത് ശരിയാണോ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ആ മറുപടി കൂടി നമ്മൾ കേൾക്കണം. അപ്പോഴാണ് ഇവരുടെ തനിനിറം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുക. ലോകത്ത് മുഴുവനും മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ലെന്ന് ഏകകണ്ഠമായി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏതാനും ചില ഈ മുജാഹിദ് ജമാഅത്ത് ലോബികൾ ഒഴിച്ച് ലോകത്ത് എവിടെയും ഇവരുടേതായ ഈ വാദം ഇല്ല എന്നതാണ് സത്യം. അല്ല, സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. അവരെ വീട്ടിൽ വെച്ചിട്ട് ചെയ്താലാണല്ലോ സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുക. ഒരു സ്ത്രീ നിർബന്ധമായും പള്ളിയിൽ പോകണം എന്ന് ഭർത്താവ് അവളോട് നിർബന്ധിക്കുമ്പോൾ സ്വാതന്ത്ര്യം കുറഞ്ഞു. സഹോദരങ്ങളെ, അപ്പൊ ഇത് അദ്ദേഹം ബഹ്റൈനിൽ പോയി സ്ത്രീകളുള്ള പള്ളിയിൽ ജുമാ നിർവഹിച്ച് ആ ജുമാ വിവാദമായി. എന്നിട്ട് നാട്ടിലൊന്ന് ചോദിച്ചപ്പോൾ മൂപ്പലാൻ പറഞ്ഞത് അത് കേരളത്തിൽ ഒന്ന് രണ്ട് മുജാഹിദീങ്ങൾ പറയുന്നതാണ്. ഇതിനെന്താ പറയേണ്ട പേര് നമുക്കറിഞ്ഞൂടാ.